എല്ലാ പ്രിയ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള ഒരു റിസർച്ച് സെൻറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ എങ്ങനെയാണ് മീനെ പിടിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. അതിനെക്കുറിച്ച് ദീർഘമായ ചർച്ചകൾ നടത്തും. അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവർ സന്തോഷിക്കും. പക്ഷേ അവർക്ക് ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവരാരും ഒരിക്കലും ഒരു മീനിനെയും പിടിച്ചിട്ടില്ല. അതാണ് അവർക്കുള്ളതായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്. കൈ നനയാതെ മീനെ പിടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല അല്ലേ? പലപ്പോഴും സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്നു എങ്കിലും സുവിശേഷം പറയുന്ന ആളുകൾ കുറവാണ്. സുവിശേഷവൽക്കരണം ഒരു ജീവിത ശൈലിയായി സ്വീകരിച്ച് കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന ആളുകൾ കുറവാണ്. നമുക്ക് ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ, ഞാനും അതിനൊട്ടും മാറുന്ന ആളല്ല കേട്ടോ, ഒക്കെ അവതരിപ്പിക്കും. പക്ഷേ മീനെ പിടിക്കില്ല. എങ്കിൽ ആ പ്രബന്ധങ്ങൾ കൊണ്ട് ചിലർക്കൊക്കെ പ്രയോജനം വന്നേക്കാം, എങ്കിലും അതിലൊരു ഒരു ഭംഗിക്കുറവ് അതിൽ നിശ്ചയമായിട്ടും ഉണ്ട്. എങ്ങനെയാണ് ആദ്യകാല ദൈവസഭ സുവിശേഷം പറഞ്ഞത്, എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊരുമിച്ച് പങ്കിടാം എന്ന് വിചാരിക്കുന്നത്. അത് അപ്പോസ്തലപ്രവൃത്തികൾ 8-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം ഞാൻ 4 മുതൽ ഞാൻ വായിക്കുകയാണ്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. എന്നാൽ ശിമോൻ എന്നു പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്നു നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തിൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരയണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ
നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലുമായി അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ പുത്രനെ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉയർത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ വചനത്തെ അവിടുന്ന് ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ അത്ഭുതങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇത് വായിച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് വളരെ ശ്രദ്ധേയമായ, മനസ്സിലാക്കാനായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു വേദഭാഗമാണ്. ഇവിടെ ചില പ്രത്യേക പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ വിശ്വസിച്ചെങ്കിലും പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അത് ഒരു വലിയ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതായിരിക്കും ചോദ്യമുണ്ട്. പിന്നീട് ആത്മീയ ജീവിതത്തെ കച്ചവടമാക്കുന്ന അതിൻ്റെ പ്രവണത, അതിൻ്റെ സാധ്യത എത്ര ഭയങ്കരമാണ് എന്നതും ഈ വേദഭാഗത്തെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയാനായിട്ട് വിചാരിക്കുന്നത്. ഇവിടെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, സ്തേഫാനോസിനെ കൊല ചെയ്തു. ഒരു മരണത്തിൻ്റെ നിഴൽ, മരണം സാധാരണ മരണമല്ലല്ലോ അല്ലേ, കൊലപാതകം. അയ്യോ, അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു നിഴൽ ഈ വേദഭാഗത്തിൻ്റെ പിറകിൽ ഉണ്ട്. എന്നിട്ട് ആളുകളെ ഉപദ്രവിക്കുന്നു. വീട്ടിലും നാട്ടിലും താമസിക്കാൻ പറ്റില്ല, ആ നിലയിലുള്ള ഉപദ്രവം. ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല, ഇതുവരെ അപ്പസ്തലന്മാരാരും യെരുശലേമിന് വെളിയിൽ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോയിട്ടില്ല. ഇതൊരു പുതിയ മേഖലയാണ്. ശമരിയ എന്ന് പറയുന്ന സ്ഥലമാണ്. ശമരിയെക്കുറിച്ച് അറിയാം അല്ലേ? ശമരിയുടെ പ്രത്യേകത എന്താ? യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ ബന്ധമില്ല. നീ യഹൂദനായിരിക്കെ ശമര്യ സ്ത്രീയായ എന്നോട് നീ കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? കാരണം യഹൂദന്മാരെ അവനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. അപ്പോൾ സുവിശേഷം കടന്നു ചെല്ലുവാൻ, അല്ലെങ്കിൽ മനുഷ്യരുടെ ബന്ധനങ്ങളെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളതായ ഉച്ചനീചത്വങ്ങളെ, അവർ തമ്മിലുള്ള വൈവിധ്യങ്ങളെ, സംഘർഷങ്ങളെ മറികടന്ന് ഇപ്പോൾ സുവിശേഷം ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ എങ്ങനെയാണ് സുവിശേഷം പ്രചരിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം ശമരിയിൽ പറഞ്ഞ സുവിശേഷത്തിൻ്റെ, അല്ലെങ്കിൽ അവിടെ നടന്ന മാനസാന്തരത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഇടത്തൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. അതിൻ്റെ സാധ്യതയെ സംബന്ധിച്ച് ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയും. അപ്പം അങ്ങനെ 3 കാര്യങ്ങളാണ്. ഞാനത് 3 പ്രമാണങ്ങളായിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ആദ്യത്തെ പ്രമാണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ പര്യാപ്തമായതും ഏത് ശക്തിയെയും മറികടക്കുന്നതുമായതുകൊണ്ട് സുവിശേഷം പറയണം എന്നതാണ് ഞാൻ ഒന്നാമത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുവിശേഷം ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ, ഏത് ശക്തികളെയും മറികടക്കുവാൻ പര്യാപ്തമായതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം എന്ന കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ വാക്യം, 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രസകരമായ കാര്യം, ചിതറിപ്പോയവർ അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അല്ലെങ്കിൽ അതിൽ നിന്ന് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച്
സുവിശേഷം പ്രഘോഷിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷ പ്രഘോഷണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീരണം. അത് സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമായിട്ട് തീരണം. അതാണ് ദൈവഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷം. ഇറ്റ് ബിക്കംസ് സോ നാച്ചുറൽ ടു ദം, ലൈക്ക് ബ്രീത്തിങ്. ശ്വസിക്കുന്നത് പോലെ. ഇവിടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് പാഞ്ഞു നടക്കുന്ന മനുഷ്യർ, വീടും കൂടും നഷ്ടപ്പെട്ട ആളുകൾ, അവർ ഓടി നടക്കുന്ന ഇടത്ത് സുവിശേഷം പറയാനായിട്ട് മനസ്സ് വെച്ചു. അതെത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. വിൽ ഗോസ്പൽ കം ഔട്ട് ആസ് എ നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് യുവർ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക കാര്യമായി സുവിശേഷം അങ്ങനെ വരുമോ? നിങ്ങളെ തല്ലിയാൽ വരുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങളെ ഞെക്കിപ്പിടിച്ചാൽ അല്ലെങ്കിൽ പിഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? വാട്ട് വിൽ കം ഔട്ട് ഓഫ് യു? നിങ്ങൾ എന്താണ് പുറത്തു വരിക? ദൈവമക്കളെ ഉപദ്രവിക്കുകയോ പിഴിയുകയോ ഒക്കെ ചെയ്താൽ പുറത്തു വരുന്നത് സുവിശേഷമാണ്. അതാണ് നമ്മൾ കാണുന്നത്. ചിതറിപ്പോയവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഒരു ആത്മാവ് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സുവിശേഷ ഘോഷണം വിജയിക്കുന്നത്. സുവിശേഷ പ്രവർത്തനം വിജയിക്കുന്നത് എങ്ങനെയാണ്? യാന്ത്രികമായി തല്ലിപ്പഴിപ്പിച്ച് സുവിശേഷം പറയുന്ന ഒരു രീതിയിലല്ല. അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന അവസരത്തിലാണ് സുവിശേഷത്തിൻ്റെ സ്വാധീനം സമൂഹങ്ങളിലേക്ക് കയറി ചെല്ലുന്നത്. ഈസ് ഗോസ്പൽ റിയലി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്? സുവിശേഷം വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം യഥാർത്ഥത്തിലൊരു ഭാഗമായിട്ട് തീർന്നിട്ടുണ്ടോ? സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് തരുമ്പോൾ സുവിശേഷം പറയാനുള്ള മനസ്സുണ്ടോ? കഴിഞ്ഞ ദിവസം സുവിശേഷം പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളുടെ ഇടയിൽ സുവിശേഷം പറയാനായിട്ട് മനസ്സുള്ള ചില മനുഷ്യരൊക്കെ ഉണ്ടല്ലേ. അവർ ഞായറാഴ്ചയിലും മറ്റു ദിവസങ്ങളിലുമൊക്കെ നമ്മളുടെ കളമശ്ശേരി ചർച്ചിൻ്റെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കളമശ്ശേരിയിൽ സുവിശേഷ പ്രവർത്തനമുണ്ട്, നിങ്ങൾക്ക് ചേരാം അല്ലേ. പക്ഷെ വലിയ താല്പര്യം തോന്നുന്നില്ല അല്ലേ. ചില സഹോദരങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുവിശേഷ പ്രവർത്തനം ഒരാവേശമാകുവാനായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സുവിശേഷം പറയാനുള്ളൊരു നിർബന്ധം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് ഞാൻ പറയാം, സുവിശേഷം പറയാനായിട്ടുള്ള വേറൊരു അവസരം എന്ന് പറയുന്നത്, പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ടല്ലോ അല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഈ പ്രസംഗം ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരു ക്ലിക്ക് ചെയ്താൽ ഈ സന്ദേശം അവരുടെ അടുക്കലെത്തും. ഒരു പക്ഷേ അവർ കേട്ടെന്ന് വരും. എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്? എത്ര നിസ്സാരമായിരിക്കുന്നൊരു കാര്യമാണ് അല്ലേ. എത്ര ലളിതമായിരിക്കുന്നൊരു കാര്യമാണ്. ഇതൊരു നല്ല പ്രസംഗമാണല്ലോ, കേൾക്കട്ടെ ആളുകൾ എന്ന് വിചാരിച്ച് ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ആളുകൾ കുറവാണ്. ഞാൻ നിങ്ങളെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ന്യൂയോർക്കിൽ ഒരു സഭയുണ്ടായിരുന്നു. അവരെ വളരെ ക്ഷണിച്ചുപോയി. അവിടെ ഒരു പുതിയ ഭക്തനായൊരു പാസ്റ്റർ അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചർച്ചിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഒരു 10-15 പ്രെയർ ബൂത്തുകൾ നമുക്കുണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫോൺ വിളിക്കാനായിട്ട് ചെറിയ ചെറിയ ബൂത്തുകളുണ്ടല്ലോ, അതുപോലെയുള്ള ബൂത്തുകളുണ്ടാക്കി. എന്നിട്ട് ആളുകളൊക്കെ അതേ പോകുമ്പോൾ വിശ്വാസികൾ നിന്നിട്ട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ക്യാൻ വി പ്രേ ഫോർ യു ഫോർ എനിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? അതിനെക്കുറിച്ച് പറഞ്ഞത്, അങ്ങനെ ചോദിച്ചാൽ 90% ആളുകളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അവിടെ പറഞ്ഞു, ശരി, വാട്ട് വിൽ വി പ്രേ? ആ ബൂത്തുകളിലേക്ക് കയറി ചില നിമിഷങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില നാളുകൾ കൊണ്ട് ആ സഭ ഒരുപാട് വളർന്നു കേട്ടോ. അതിൻ്റെ കാരണം പീപ്പിൾ ആർ ഡെസ്പറേറ്റ്. ദൈവം സഹായിക്കണം, ദൈവം കരുണ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആദ്യം അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ കേൾക്കാൻ അത്രത്തോളം താല്പര്യമുണ്ടായി എന്ന് വരികയില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാമോ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയുന്ന ആളുകൾ കുറവാണ്. അപ്പം അതൊരു നല്ല ആവന്യൂ ആണ്. യു ക്യാൻ പ്രേ ഫോർ ദം. അവിടെ മൂന്നാമത്, അല്ലെങ്കിൽ ഞാൻ ഈ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ
പറയുന്ന വേറെ ഒരു കാര്യം, 3 കുറച്ചുകൂടെ കൂടിയെന്ന് തോന്നുന്നത്, വേറൊരു കാര്യം എന്ന് പറയുന്നത് സുവിശേഷം പറയാനുള്ള സന്ദേശമാണ്, അത് പറഞ്ഞ് മതിയാകുള്ളൂ. സുവിശേഷം അറിയിക്കുവാനുള്ള സന്ദേശമാണ്, അത് നിങ്ങൾ മനുഷ്യരോട് പറയണം എന്നതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു, അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് സുവിശേഷം പറയണമെന്ന് പറയുന്ന ക്രിസ്തീയ സമൂഹങ്ങൾ കുറവാണ്, അല്ലേ? അവരെന്താ പറയുന്നത്? സുവിശേഷത്തെക്കുറിച്ച് അവരങ്ങനെ പറയത്തില്ല. പറഞ്ഞാലും പറയും, നിങ്ങൾ കർത്താവിനെ പോലെയൊക്കെ അങ്ങ് ജീവിക്കണം, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലൊക്കെ മനുഷ്യർക്ക് നന്മ ചെയ്യണം, നമ്മൾ നല്ല മനുഷ്യരായിരിക്കണം. അത് വേണം കേട്ടോ. അതില്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനുഷ്യർ സ്വീകരിക്കില്ല. എന്നാൽ ആദിമസഭ നല്ല മനുഷ്യരായിരുന്നു എന്ന് മാത്രമല്ല, അവർ മനുഷ്യരോട് സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. സുവിശേഷം ഒരു സന്ദേശമാണ്, അത് പറയണം. പറയാതെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. 7 മണിക്കത്തെ വാർത്ത, 7 മണിക്കത്തെ വാർത്ത ഇപ്പം അധികം പേരൊന്നും അത് കാണില്ല എന്ന് തോന്നുന്നല്ലേ? ശരി, അപ്പം വാർത്ത വായിക്കുന്നയാൾ വന്ന് ഇരുന്നതിന് ശേഷം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നല്ല മനുഷ്യനാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാ. നല്ല ചിരിയാ. നിങ്ങളെന്താ പറയും? ഈയൊക്കെ എന്നെ പറ്റി, ഇത് വാർത്ത വായിക്കാൻ വന്ന ആളല്ലേ, ആൾ ചിരിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? എന്ത് ചെയ്യണം അദ്ദേഹം? വാർത്ത വായിക്കണം. വാർത്ത വായിക്കാതെ നിങ്ങൾ മറ്റെന്ത് കാര്യം നല്ല മനുഷ്യനാണെന്ന് തെളിയിച്ചാലും അതുകൊണ്ട് കാര്യമില്ല. വാർത്ത അറിയിക്കാനുള്ള ഒരു സന്ദേശമാണ്, അതുകൊണ്ട് അത് നിങ്ങൾ പറയണം. ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതിനെക്കുറിച്ച് ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാം. ഫിലിപ്പോസ് മുമ്പ് സ്ഥലമുണ്ട്. ഫിലിപ്പോസ് കർത്താവിനെ കുറിച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവിടെ ശമര്യയുടെ ഇടയിൽ ചെല്ലുമ്പോൾ ശമര്യക്കാരെ കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം, അവരും പകുതി യഹൂദന്മാരാകട്ടോ, പകുതി യഹൂദന്മാരാണ്. BC 950കളിലാണ് യഹൂദന്മാരും വടക്കുള്ള ദേശവുമായിട്ട് വിഭജിക്കപ്പെടുന്നത്. അറിയാമല്ലേ? ദ ഡിവിഷൻ ഓഫ് ദി കിങ്ഡം. ശലോമോൻ്റെ മകനായിരുന്ന രഹോബയാമിൻ്റെ കാലത്താണ് 10 ഗോത്രങ്ങൾ വടക്കോട്ടും 2 ഗോത്രങ്ങൾ തെക്കോട്ടും അങ്ങനെ വിഭജിക്കപ്പെട്ടു. പിന്നീട് ഈ 10 ഗോത്രങ്ങൾ വേറെ ഒരു രാജ്യമായി തീർന്നു. 720 BC വടക്കുള്ള ആൾക്കാരെ അസീരിയക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അവർ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, പിടിച്ചുകൊണ്ട് പോയി എന്ന് മാത്രമല്ല, മറ്റുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. മിക്സിങ് ദ പീപ്പിൾ. ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ വഴി എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുമായി അവരെ ഇടകലർത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വടക്കൻ സംസ്ഥാനത്തുള്ള ആളുകൾ ഇടകലർന്നു പോയി. യഹൂദന്മാർ മറ്റുള്ള ജാതിക്കാരുമായി വിവാഹം കഴിച്ച് അവർ മിശ്ര ജാതികളായിട്ട് തീർന്നു. അതുകൊണ്ട് ദേ ആർ ഹാഫ് ബ്രീഡ്. മാത്രമല്ല അവർ പഴയ നിയമം മുഴുവനും അംഗീകരിക്കുന്ന ആൾക്കാരല്ല. 5 പുസ്തകം മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. മോശയുടെ 5 പുസ്തകം അവർക്ക് സ്വീകാര്യമായ പുസ്തകങ്ങളാണ്. അവിടെ ഈ 5 പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ മശിഹിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രവചനമുണ്ടല്ലോ. എന്നെപ്പോലെയുള്ള മറ്റൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറയുന്ന ആ പ്രവചനം, അതവർ സ്വീകരിക്കുന്ന പ്രവചനമാണ്. അപ്പോൾ മശിഹിയെക്കുറിച്ചുള്ള സന്ദേശം, ഒരു മശിഹ വരുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷ ശമര്യക്കാർക്കുമുണ്ട്. ശമര്യ സ്ത്രീ എന്താ കർത്താവിനോട് പറഞ്ഞു, നീ പറയുന്നൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് പിടികിട്ടണില്ല, പക്ഷേങ്കിൽ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മശിഹ വരും. മശിഹ വരുമ്പോൾ അവൻ സകലതും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്ന് അവർ പറയുന്നത് നമുക്കറിയാം. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നീ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന ഈ വ്യക്തി തന്നെയാണ് മശിഹ എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, മെശിഹയെക്കുറിച്ച്, ശമര്യർ പ്രതീക്ഷിക്കുന്ന രക്ഷകനെക്കുറിച്ച് ആ സന്ദേശമാണ് ഫിലിപ്പോസ് അവരോട് പറഞ്ഞത്. ക്രിസ്തുവിനെക്കുറിച്ച്, മശിഹയെക്കുറിച്ച് അവരോട് പ്രസംഗിച്ചു. അവിടെ പ്രസംഗിച്ചപ്പോൾ അവർ കേൾക്കാൻ താല്പര്യം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏക മനസ്സോടെ
ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ സുവിശേഷം പറഞ്ഞ ഇടങ്ങളിൽ പലപ്പോഴും ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങളും അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? അടയാളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴാണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അടയാളം? അപ്പോൾ പറയും, കൈയുടെ പുറകിൽ ഒരു മറുക് ഉണ്ട്, അല്ലേ? അങ്ങനല്ലയോ? കഴുത്തിൻ്റെ പുറകിൽ ഒരു മറുക് ഉണ്ട്, അതാണ് അടയാളം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളിനെ തിരിച്ചറിയാനുള്ള വഴിയാണ്. അടയാളമെന്ന് പറയുന്നത് ആളിനെ തിരിച്ചറിയാനുള്ള വഴിയാണ്. ഐഡൻറ്റിഫൈങ് മാർക്സ് എന്നാണ് പറയുന്നത്, അല്ലേ? അടയാളം. അവിടെ അടയാളത്തിൻ്റെ ഉദ്ദേശ്യം ഈ സന്ദേശം പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ദൈവം അയച്ച ആൾ തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള വഴിയാണ്. ദൈവം അയച്ച സന്ദേശവാഹകനാണ് ഇദ്ദേഹം എന്ന് തിരിച്ചറിയാനുള്ള വഴിയാണ്. ഇന്നും അടയാളങ്ങൾ നടന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഞാൻ കൈവരിക്കുന്ന ഉടനെ ആരെങ്കിലുമൊക്കെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്താൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഭക്തി എനിക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും സന്തോഷമേ ഉള്ളൂ. പക്ഷെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ചില ആളുകളൊക്കെ പറയും ഭയങ്കര സംഭവം എന്നൊക്കെ പറയും, കള്ളം പറയുന്ന കേട്ടോ. ഈ പറയുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ ഈ നൂറ്റാണ്ടിൽ എങ്ങും സംഭവിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഇന്ന് ഒരു വ്യക്തി സത്യസുവിശേഷകനാണോ എന്ന് തിരിച്ചറിയാനുള്ള വഴി അവൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നുവോ എന്ന് അവനെക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് അനുസൃതമായ രീതിയിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അദ്ദേഹം ദൈവത്താൽ അയക്കപ്പെട്ട ആളാ. വചനമനുസരിച്ചല്ല പറയുന്നതെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനാണ്. ഇന്ന് മനുഷ്യനെ തിരിച്ചറിയാനുള്ള വഴി ദൈവത്തിൻ്റെ വചനമാണ്. എത്ര അത്ഭുതം ചെയ്താലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനോട് ചേരുന്ന നിലയിലല്ല പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട ആളല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു ചിലയിടങ്ങളിലൊക്കെ ഇന്നും ഇവിടെ നടക്കുന്നതിനേക്കാളും അധികമൊക്കെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ വല്ല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരുമിച്ച് സന്തോഷിക്കുക. എന്നാൽ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു നല്ല പങ്ക് പ്രസ്താവനകളും അതിശോക്തിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നടക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാരണത്തിൽ നടന്നെങ്കിൽ അതിനെ പെരുപ്പിച്ച് പറയുന്ന ഒരു രീതി പലരുടെയും മധ്യത്തിൽ ഉണ്ട്. അവിടെ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ 1-ാം നൂറ്റാണ്ടിൽ പോലും അടയാളങ്ങളും അത്ഭുതങ്ങളും സന്ദേശത്തിൻ്റെ പിൻപിലാണ് നിന്നത്. അതിനെക്കുറിച്ച് ഒരു പ്രസിദ്ധനായ പ്രസംഗകൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ആവർത്തി. അദ്ദേഹം പറഞ്ഞു, മിറക്കിൾസ് ഓൾവേസ് അറ്റസ്റ്റഡ് ടു ദ മെസ്സേജ്. മിറക്കിൾസ് ഓൾവേസ് സ്റ്റുഡ് ബിഹൈൻഡ് ദി മെസ്സേജ്. സന്ദേശത്തെ സാധൂകരിക്കാനുള്ള മുഖാന്തരമായിട്ടാണ് അത്ഭുതങ്ങൾ. അത്ഭുതങ്ങളെന്ന് പറയുന്നത് മനുഷ്യരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റാനുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ശ്രദ്ധ വരുമ്പോൾ പറയേണ്ടത് സന്ദേശമാണ്. സന്ദേശം പറയുക, യേശുക്രിസ്തുവിനെ അറിയിക്കുക, യേശുക്രിസ്തുവിനെ ഉയർത്തുക, യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്കൊരിക്കൽ രക്ഷയെ പ്രസിദ്ധപ്പെടുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ഭുതങ്ങൾ പോലെ നടന്നാൽ വലിയ സന്തോഷം. നമുക്ക് മനുഷ്യരെ ശ്രദ്ധ പിടിച്ച് പറ്റാനായിട്ട് സാധിക്കുമല്ലോ. ബെന്നി ചെറിയാൻ സഹോദരൻ എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വളരെ ശരീരത്തിന് വളരെ തൊലി മുഴുവനും അങ്ങ് അലർജി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടതായിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി അവരല്ല പ്രാർത്ഥിച്ചത്, വേറെ ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. ആ സമൂഹത്തിലുണ്ടായിരുന്ന പല ആളുകളും ശ്രദ്ധിച്ചു, പലരും വിശ്വാസത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സൗഖ്യം കിട്ടിയ ആളിപ്പം പിന്മാറ്റത്തിലാണ്. അയാളിവിടെ വിശ്വാസത്തിലാണോ? ആ വിശ്വാസം അതല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഒക്കെ ഭയങ്കര ഉത്സാഹത്തിലാണ്. ചത്താലും യേശുവിനെ വിടുകയില്ലാന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ ഈ സൗഖ്യം കിട്ടിയ ആളിനെ ഇപ്പം കാണാനില്ല. അപ്പോൾ സൗഖ്യം കിട്ടുന്നത് കൊണ്ടും അത്ഭുതം സംഭവിക്കുന്നത് കൊണ്ടും ഉടനെ കർത്താവിൽ വിശ്വസിച്ചുകൊള്ളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. അതിന് കർത്താവിൻ്റെതായ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, അല്ലേ? 10 കുഷ്ഠരോഗികൾ വന്നു, കർത്താവേ കരുണ ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു ശുദ്ധമാകുക എന്ന് പറഞ്ഞു. 10 പേര് സുഖമാക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ, ബാക്കി 9 എണ്ണത്തെ കാണാനില്ല. അയ്യോ,
ദൈവത്തിന് നന്ദി പറയുവാൻ, മഹത്വം പറയുവാൻ ഈ ശമര്യക്കാരനല്ലാതെ മറ്റാരുമില്ലയോ എന്ന് കർത്താവ് ചോദിച്ചു. സൗഖ്യവും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി. കർത്താവിനോട് താങ്ക് യു എന്ന് പറയാനായിട്ട് നിന്നില്ല. അതുകൊണ്ട് അത്ഭുതം നടന്ന ഉടനെ അവരങ്ങ് വിശ്വസിക്കുമെന്നൊന്നും പറയാൻ പറ്റിയില്ല. അത്ഭുതങ്ങൾ മനുഷ്യർ ശ്രദ്ധയെ പിടിച്ചു പറ്റാനുള്ള ഒരു മുഖാന്തരമായിട്ട് തീർന്നിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധ പിടിച്ച് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണം? സന്ദേശം പറയണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ ആ വാക്യത്തിൽ നിന്ന് പറയാം. ദൈവത്തിൻ്റെ മനുഷ്യരുമായുള്ള സന്ധിക്കൽ, അല്ലെങ്കിൽ when God intervenes in the life of people, there is liberation and freedom. ദൈവം മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യർക്ക് സ്വാതന്ത്ര്യവും മനുഷ്യർക്ക് വിമോചനവും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എല്ലാ കാലത്തും ശരിയാണ്. ഭൗതികമായിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് വിടുതൽ മാത്രമല്ല, എന്തു വലിയ സ്വാതന്ത്ര്യമാണ് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്നത്. പറഞ്ഞു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഓ പ്രൈസ് ദി ലോർഡ്, ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം മനുഷ്യർക്ക് യഥാർത്ഥമായ സന്തോഷം നൽകുന്ന, യഥാർത്ഥമായി അവർക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന, അവരുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങളത് പറയണം. മനുഷ്യർ രൂപാന്തരപ്പെടും, അത്ഭുതകരമായ രീതിയിൽ രക്ഷിക്കപ്പെടും, അവരുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാവും. എൻ്റെ ഒരു സ്നേഹിതൻ, നമുക്കറിയാവുന്ന ആളെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ചായ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ പറ്റുകയില്ലായിരുന്നു. കൂടോത്തരവും വിഗ്രഹാരാധനയും ബുദ്ധിമുട്ടും വഴക്കും ഇതെല്ലാം കൊണ്ട് സമാധാനം എന്നത് ഒരു വാക്കായി പോലും ഉച്ചരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എന്നാൽ സുവിശേഷം ഞാൻ കേട്ടു, സുവിശേഷം വിശ്വസിച്ചു. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് സമാധാനമായിട്ട് അവൻ ഇറങ്ങി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾ അനുഭവിക്കുന്ന ആളാണോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിമോചനവും സ്വാതന്ത്ര്യവും വരുത്തിയിട്ടുണ്ടോ? സത്യമായി നിങ്ങൾ സുവിശേഷം വിശ്വസിച്ച ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷ്യമാണ്. പ്രതീക്ഷയില്ലാത്ത, ജീവിതത്തിൽ അർത്ഥമില്ലാത്ത ആ ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ച് കർത്താവ് നമ്മളെ വിമോചിപ്പിക്കുന്നു എന്നുള്ളത് എത്രയോ അതിശയകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പം ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. സുവിശേഷം മനുഷ്യ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതും മനുഷ്യർക്ക് സന്തോഷമുളവാക്കുന്നതുമായ കാര്യമായതുകൊണ്ട് സുവിശേഷം നിങ്ങൾ അവരോട് പറയണം കേട്ടോ. നിങ്ങൾക്ക് മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ അവരോട് സുവിശേഷം പറയുന്നതാണ്. അവരുടെ പ്രശ്നത്തിന് നമ്മൾ ആരും പരിഹാരമല്ല. യേശുക്രിസ്തുവാണ് പ്രശ്നത്തിൻ്റെ പരിഹാരകൻ. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സേവനം. അതാണ്. കർത്താവിനെ അറിയാതെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും ആത്യന്തികമായി എന്ത് നന്മയാണ് അതിലുള്ളതല്ലേ? അതുകൊണ്ട് കർത്താവിനെക്കുറിച്ച് നമുക്ക് പറയണം. മനുഷ്യരുടെ ബന്ധനങ്ങളെ അത് അഴിച്ചു കളയും, അവരുടെ ജീവിതങ്ങളെ അത് സ്വതന്ത്രമാക്കും. സുവിശേഷത്താൽ അവർ ദൈവമക്കളായി തീരും. അതുകൊണ്ട് അവരോട് സുവിശേഷം പറയണം. എല്ലാവരും വിശ്വസിക്കുമൊന്നുമില്ല, പക്ഷെങ്കിൽ ചിലർ വിശ്വസിക്കും. സ്വർഗത്തിൽ നിങ്ങൾ ചെല്ലുന്ന അവസരത്തിൽ നിങ്ങളുടെ പുറകിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റുമോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ? അതോ മുമ്പിലുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ? എനിക്കറിയില്ല കേട്ടോ. ഏതായാലും പുറകിൽ കൂടെ വന്ന് തോളത്തൊന്ന് തട്ടി എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാനിവിടെ വരാനുള്ള കാരണം താങ്കൾ എന്നോട് സുവിശേഷം പറഞ്ഞതാണ്. യു ടോൾഡ് മീ ദ ഗോസ്പൽ. ഐ ഹേർഡ് ദി ഗോസ്പൽ ഫ്രം യു. താങ്കളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സുവിശേഷം കേട്ടത്. ഐ വോണ്ട് ടു സേ താങ്ക് യു. ഞാൻ ഇവിടെ വരാനുള്ള കാരണം കർത്താവായ യേശുക്രിസ്തുവാണ് ആത്യന്തികമായിട്ടെങ്കിലും ആ സന്ദേശം എന്നോട് പറഞ്ഞത് താങ്കളാണ്. അങ്ങനെ ചില മനുഷ്യർ വന്ന് നമ്മളോട് പറയുമോ, അച്ചായോ, ഞാൻ സുവിശേഷം കേട്ടത് അവിടുന്ന് താങ്കൾ പറഞ്ഞതാണ്. മനുഷ്യരെ രക്ഷിക്കുവാൻ സുവിശേഷമല്ലാതെ വേറൊരു വഴിയില്ല കേട്ടോ. അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയാനായിട്ട് തീരുമാനിക്കണം. പിശാച്
സകല തന്ത്രം ഉപയോഗിച്ച് അതിനെ തടയും കേട്ടോ. എന്നാൽ സുവിശേഷം പറയാനുള്ള മനസ്സ്. അപ്പം അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കുവാൻ, മനുഷ്യരെ രക്ഷിക്കാനായിട്ട് സുവിശേഷം പര്യാപ്തമായതുകൊണ്ട് പറയണം. ഞാൻ അതിൽ പറഞ്ഞ ഒരു വാക്കുകൂടെ കടന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഏത് മനുഷ്യനെയും രക്ഷിക്കാനായിട്ട് സുവിശേഷം മതിയായതാണ്. നല്ല മനുഷ്യനെ മാത്രമല്ല കേട്ടോ, നല്ല മനുഷ്യർക്ക് രക്ഷപ്പെടാം. ഏത് മനുഷ്യനും വിശ്വസിക്കുവാൻ, സുവിശേഷം വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവന് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലെ ഒരു ഭയങ്കര ഒരു കക്ഷിയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ശിമോൻ എന്ന് പറയുന്ന ആളാണ്. ശിമോൻ എന്ന് പറയുന്ന ആളാണ്. ഈ ശിമോൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെക്കുറിച്ച് പറയണം. ആഭിചാരം ചെയ്ത് തൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ മുഴുവനും ഭ്രമിപ്പിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് ഈ ശിമോൻ എന്ന് പറയുന്ന ആൾ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഇടയിലുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരായ ആഭിചാരകന്മാരുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു തലക്കെട്ടുകാരനുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലുള്ള സായിബാബ. അതേപോലൊരു കക്ഷിയാണ്, സായിബാബയെ പോലുള്ളൊരു കക്ഷിയാണ് ഈ പറയുന്ന ശിമോൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആഭിചാരം കൊണ്ട് മനുഷ്യരെ എല്ലാം വഞ്ചിച്ച് താൻ മഹാൻ, ഇവിടെ മലയാള പരിഭാഷയിൽ പറയുന്ന മഹതി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട പേര്. അദ്ദേഹത്തിൻ്റെ പേര് മഹതി എന്നാണ്. മഹതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഗ്രേറ്റ് എന്നാണ്, മെഗാലെ എന്നാണ് ഗ്രീക്ക്. കൂടിയ ആളാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, അത്ഭുതങ്ങളും വലിയ ശക്തികളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും അവർ വലിയവരാണ് എന്ന് തെളിയിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ എത്ര മഹാൻ, ഞാൻ എത്ര വലിയവൻ. സായിബാബയുടെ ഉദ്ദേശം എന്തുവാ? സായിബാബ എന്തൊരു വലിയ ആളാണ് എന്ന് തെളിയിക്കുന്ന. ശങ്കർദയാൽ ശർമ്മ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം സായിബാബയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കവിണ്ണു വീണു. ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ? അത്രയ്ക്ക് ഒരു പ്രസിദ്ധിയാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. അയാൾ അത്ര കൂടിയ ആളാണെന്ന് ആൾ വിചാരിച്ചത്. ഇദ്ദേഹം മഗതിയാകട്ടോ, കുറഞ്ഞ ആളൊന്നുമല്ല, കൂടിയ ആളാണ്. അവിടെ ഫിലിപ്പോസും ശിമോനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞു. ഈ മഗതി ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യം ചെയ്തു കേട്ടോ ഫിലിപ്പോസ്. അലറി വിളിച്ചാണ് പിശാചുക്കൾ ഓടിപ്പോകുന്നത്. പക്ഷപാതക്കാർ, പിറവിയിലെ മുടന്തന്മാരായിരിക്കുന്ന ആളൊക്കെ അവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. മഗതിയേക്കാളും വലിയ കൂടിയ ആളാണ് ഫിലിപ്പോസ് തന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഒരു ദൈവഭക്തൻ്റെ, ഒരു സത്യക്രിസ്ത്യാനിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ തന്നിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കുന്നയാളല്ല, യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നയാളാണ്. എനിക്കും വലിയ ആളായാൽ കൊള്ളാൻ എന്നൊരാഗ്രഹം, അങ്ങനെ ഒരു പരീക്ഷ, അങ്ങനെയുള്ള ദുഷ്ടചിന്തയൊക്കെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്. മഹതി അതാ ഒരു ലക്ഷ്യം, വലിയ കൂടിയ ആളാണ്. അയ്യോ, അത് ക്രിസ്തീയമല്ലല്ലോ. ഏറ്റവും വലിയ ആളാരാ? യേശു ക്രിസ്തു അല്ലേ വലിയ ആള്. എന്നെ നിങ്ങൾ, പത്രോസും യോഹന്നാനും എന്തുവാ പറഞ്ഞത്? പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യമുള്ളവനായി നിൽക്കുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും അവർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നത് എന്ത്? ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന നിലയിലും ഞങ്ങളെ നോക്കുന്നത് എന്ത്? ഇവൻ സൗഖ്യം പ്രാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഞങ്ങൾ ഒരു ദാസന്മാർ, അതിനൊരു മുഖാന്തരമെന്നല്ലാതെ അതിൽ കൂടുതലൊരു പ്രാധാന്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് വലിയ ആള്. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. വി ഡോണ്ട് റൈസ് അവർസെൽഫ്. നമ്മളെ തന്നെ ഉയർത്തുന്ന ആളുകളല്ല. ഇന്നത്തെ ആധുനിക പ്രസംഗകന്മാരെയും അത്ഭുത രോഗശാന്തിക്കാരെയും കുറിച്ചുമൊക്കെ പറയുമ്പോൾ എന്താ പറയേണ്ടത്? അവരാരും തങ്ങളെ തന്നെ ഉയർത്തുന്ന ആളുകൾ. അവരുടെ ലക്ഷ്യം എന്തുവാ? അവരുടെ ലക്ഷ്യം എന്തുവാ? ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അതാ പരിപാടി. അവരെത്ര മഹാൻ, അവരെത്ര വലിയവരാണെന്നുള്ളത് ആ നിലയിൽ അവരെക്കുറിച്ച് തന്നെ പുകഴ്ത്തുകയും മറ്റുള്ളവർ അവരെക്കുറിച്ച് പുകഴ്ത്തുമ്പോൾ കൈയടിച്ച് ആ കൈയടി വാങ്ങിക്കുകയും ചെയ്യുന്ന ആളുകളാണ്.
എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, നൺ ഓഫ് ദം ആർ ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവരാരും യേശുക്രിസ്തുവിൻ്റെ സത്യ അനുയായികളല്ല എന്ന് പച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നിലേക്ക് തന്നെ ഞാൻ ശ്രദ്ധ തിരിച്ചാൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സത്യ ശിഷ്യനല്ല. ശ്രദ്ധ കർത്താവിലേക്ക്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എൻ്റെ പൊന്നെ, സ്ത്രീകളിൽ ജനിച്ച ആളുകൾ ആരൊക്കെയുണ്ട്? ആദാം ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സ്ത്രീകളിൽ ജനിച്ചവരാ അല്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൾ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. യോഹന്നാൻ സ്നാപകനോട് ചോദിക്കേ തൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അദ്ദേഹം പറയും, ഞാൻ വെറും ഒരു ശബ്ദം മാത്രമാണ്, ഞാൻ ഒരു തോഴ്മക്കാരൻ മാത്രമാണ്, ഞാനോ കുറയണം അവനോ വളരണം. നിങ്ങളാരും എന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ദൈവമക്കളെയും ദൈവഭക്തന്മാരെയും ശ്രദ്ധിക്കുക. അവർ യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ആളുകളാണ്, അല്ലാതെ സ്വയം വലുതാകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളല്ല. അപ്പം ആ വലിയ മഹതി എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെങ്കിൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു. ഇതൊരു ഭയങ്കര പ്രസ്താവനയാകട്ടോ. ശിമോൻ താനും വിശ്വസിച്ചു, സ്നാനം. ശരിക്കും വിശ്വസിച്ചാണോ? അതോ ഈ ശിമോൻ താഴെയുള്ള പണി കാണുമ്പോൾ നമുക്കറിയാം അല്ലേ? ശരിക്കും വിശ്വസിച്ചാണോ? ഞാൻ വിചാരിക്കുന്ന ഒരു 80% ആൾക്കാർ, കമൻറ്റേറ്റേഴ്സ്, ഇദ്ദേഹം വിശ്വാസിയല്ല എന്ന് പറയുന്ന ആളുകളാണ്. ശിമോൻ വിശ്വസിച്ചു എന്നുള്ള അവൻ്റെ വാഗുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവൻ ശരിക്കും വിശ്വസിച്ച ആളൊന്നുമല്ല, അവൻ രക്ഷിക്കപ്പെട്ട ആളല്ല എന്ന് പറയുന്ന ആളാണ്. എനിക്കറിയില്ല കേട്ടോ. എന്നാലും ലൂക്കോസ് പറയുന്നത് എന്തുവാ? ലൂക്കോസ് അവൻ വാഗുകൊണ്ട് വിശ്വസിച്ചു എന്നൊന്നും അല്ലല്ലോ പറയണല്ലേ, വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ലൂക്കോസ് പറയുന്നത് അങ്ങ് മുഖവിലെടുത്താൽ പോരെ? എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. എന്നാലും ഞാനങ്ങ് ലൂക്കോസ് പറയുന്നതിൻ്റെ ആ പ്രസ്താവനയുടെ മുഖവിലയിൽ തന്നെ എടുക്കുക. അദ്ദേഹം വിശ്വസിച്ചു എന്ന് ഞാൻ വിചാരിക്കണേ. അങ്ങനെ ഒരു വിചാരമാണ് എനിക്കുള്ളത്. വിശ്വാസി അല്ലായിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും ലൂക്കോസ് പറഞ്ഞതനുസരിച്ച് അത് ഒരു വിശ്വാസിയായി തീർന്നു എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ആ പ്രസ്താവന നേരത്തെ എൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് ഒന്നും കൂടെ പറയാം. ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ, ഏത് ശക്തികളെയും മറികടക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ട് നമ്മളത് പറയണമെന്നാണ് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഈ മനുഷ്യൻ പിശാചിൻ്റെ ബന്ധനത്തിൽ, പിശാചിൻ്റെ ആയുധമായി നിന്ന് ഈ മനുഷ്യൻ സുവിശേഷം വിശ്വസിച്ച് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് മനുഷ്യനെയും രക്ഷിക്കുവാനായിട്ട് സുവിശേഷം മതിയായതാണ്. വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, അത് യാതൊരു തർക്കവുമില്ല. അത് ശിമോനാന്നേലും കൊള്ളാം, മഗതിയാന്നേലും കൊള്ളാം, ഏത് ഗ്രൂപ്പിൽപ്പെടുന്ന ആളാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. എൻ്റെ 3 പോയിൻ്റ് ഒന്നും എനിക്ക് പറയാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും മാർട്ടിൻ ലോയ്ഡ് ജോൺസ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുള്ളൊരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലെ ഒരു സ്ത്രീയെ അവർ ഇതുപോലൊരു വിച്ച്, അവർ മന്ത്രവാദം ചെയ്ത് അനേകരെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീയാണ്. ഒരു ദിവസം ആളുകൾ മാർട്ടിൻ ലോയ്ഡ് ജോൺസിൻ്റെ സഭയിലേക്ക്, ചർച്ചിലേക്ക് വരുന്ന, പള്ളിയിലേക്ക് വരുന്ന ആ കാഴ്ച ഇവർ കണ്ടപ്പോൾ ഈ പള്ളിയിലോടൊന്ന് പോയാൽ എന്താണ് എന്ന് അവർക്കും തോന്നി. അവർ വന്നു. ആ അനുഭവത്തെക്കുറിച്ച് പിന്നീട് മാർട്ടിൻ ലോയ്ഡ് ജോൺസിനോട് അവർ സംസാരിച്ചു. അവർ പറഞ്ഞു, സാറേ, ഒരുപാട് ശക്തി കണ്ട പരിചയം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോഴും നിങ്ങളുടെ മധ്യത്തിന് ശക്തിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എൻ്റെ ശക്തി, ഞാൻ അനുഭവിച്ച ശക്തി, നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ കണ്ട ശക്തിയും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ അനുഭവിച്ച ശക്തി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ വെരി അൺക്ലീൻ പവർ.
But the power I experienced in your midst was a holy, clean, pure kind of power. വിശുദ്ധമായ, ശക്തമായ ഒരു ശക്തി നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അവർ കർത്താവിനെ വിശ്വസിച്ചു കേട്ടോ, രക്ഷിക്കപ്പെട്ടു. അവർ പഴയ ജീവിതത്തിൽ നിന്ന് അവർ വ്യത്യാസപ്പെട്ടു. അത് മാർട്ടിൻ ലോയ്ഡ് ജോൺസന്റെ ജീവിതത്തിലുണ്ട്. ദ പവർ ഓഫ് ഗോഡ് ഈസ് എ ക്ലീൻ, വളരെ ശുദ്ധമായ, വളരെ വളരെ വിശുദ്ധമായിരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. പൈശാചിക ശക്തിയൊക്കെ ഉണ്ട് കേട്ടോ, പൈശാചിക ശക്തിയൊക്കെ ഉണ്ട്, കൂടോത്രമുണ്ട്, ഒക്കെ പരിപാടികളുണ്ട്. അതിന് എത്രത്തോളം അതിന് ഫലമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ evil power is dark power. There is power. എന്നാൽ സുവിശേഷത്തിൻ്റെ ശക്തി ഏത് പൈശാചിക ശക്തികളെയും മറികടക്കുന്നതാണ്. ഏത് പൈശാചിക ശക്തികളെയും. ബെന്നിച്ചെറിയാൻ സഹോദരനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, ഒരു ഭയങ്കര ഈ ഭൂതസേവകനായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ അവിടെ നിന്ന് ചെന്ന് താമസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു, എനിക്ക് പഴയ ശക്തി ഇല്ല എന്ന്. ആരൊക്കെയോ ഈ ദേശത്ത് വന്ന് എൻ്റെ ശക്തിക്ക് ബലഹീനത വരുത്തുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പഴയ വേല ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി സകല പൈശാചിക ശക്തികളെയും മറികടക്കുന്ന, പരാജയപ്പെടുത്തുന്ന, അതിൽ നിന്ന് മനുഷ്യർക്ക് വിമോചനം കൊടുക്കുന്ന വിശുദ്ധമായിരിക്കുന്ന ശക്തിയാണ്. ഏത് മനുഷ്യനെ രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന സുവിശേഷമാണ് നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറയണം. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാനത് ഒരുപാട് ദീർഘമായി പറയുകയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത് എന്തുകൊണ്ടാണ് ഇവർ വിശ്വസിച്ച് സ്നാനമേറ്റിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടാഞ്ഞത്? അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പം ഞാൻ അതൊരു പോയിൻ്റായിട്ടൊക്കെ പറഞ്ഞേച്ചത് വിശദീകരിക്കാം. അതായത് ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ മനുഷ്യരുണ്ടാക്കിയ എല്ലാ പ്രതിബന്ധങ്ങളെയും ഉച്ചനീചത്വങ്ങളെയും വ്യത്യാസങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യേക പരിപാടി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. യഹൂദനും ശമര്യനും തൊട്ടുകൂടെ കേട്ടോ, അവർ തമ്മിൽ യാതൊരു സംസർഗവുമില്ല. എന്നാൽ സുവിശേഷം സകല മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് അവർ മധ്യത്തിലുള്ളതായിരിക്കുന്ന മതിൽക്കെട്ടുകളെ ഇടിച്ചു കളയുന്ന സമത്വത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ലോകത്തിൽ സുവിശേഷത്തിനല്ലാതെ മനുഷ്യരെ ഒരുമിപ്പിച്ച് ചേർക്കാനായിട്ട് മറ്റാർക്കും സാധിക്കില്ല. സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. ഇന്ത്യയിലെ ഉച്ചനീചത്വങ്ങൾ മാറാനുള്ള കാരണം സുവിശേഷമാണ്. വടക്കേ ഇന്ത്യയിലെ ക്രിസ്തീയ പീഡനത്തിനുള്ളൊരു പ്രധാന കാരണവും അതാണ്. വടക്കേ ഇന്ത്യയിലെ ക്രിസ്തീയ പീഡനത്തിനുള്ളൊരു പ്രധാന കാരണം അതാണ്. വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവരാണ് എന്ന ആളുകൾക്കറിയാം. എന്നാൽ ഈ സുവിശേഷം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ താണജാതിക്കാരനാണ് ഉന്നത കുലജാതനാണെന്നുള്ള വ്യത്യാസം പിടിച്ചു നിർത്തുവാൻ ബുദ്ധിമുട്ടാണ് എന്നവർക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ അവനെ ഒരുപാട് നാൾ തൊഴിച്ച് തോട്ടിപ്പണി ചെയ്ത് അവനെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്. വിശ്വാസിയായി കഴിയുമ്പോൾ അവൻ്റെ മൂല്യം അവന് മനസ്സിലാകും. മനുഷ്യരെ ദൈവം തുല്യമായിട്ടാണ് സൃഷ്ടിച്ചത് എന്നവർക്ക് ബോധ്യം വരും. അതുകൊണ്ട് സാമൂഹ്യമായിരിക്കുന്ന ഈ അനീതികൾ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. സാമൂഹ്യമായിട്ടുള്ള രൂപാന്തരമുണ്ടാകും. അത് അനേക സംവിധാനങ്ങൾക്ക് ഭീഷണിയാണ്. അതാണ് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അതാണ് മനുഷ്യരെ പിന്നെ ഈ പറയുന്ന പരിപാടിക്ക് കിട്ടുകയില്ല. അവരെക്കുറിച്ച് തന്നെ ബോധ്യമുള്ളവരായി, അവരുടെ മൂല്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരും. അവരെ അടിമത്വത്തിൽ തളച്ചിടുവാൻ സാധിക്കുകയില്ല എന്നതാണ് വലിയ പ്രശ്നമായിട്ട് അവരെ ചിന്തിക്കുന്നത്. അവിടെ ഇവിടെ വന്നു കേട്ടോ. ഫിലിപ്പോസ് ശമരിയിൽ വന്നു. അത് സുവിശേഷവൽക്കരണത്തിൻ്റെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു മുന്നേറ്റമാണ്. സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രസിദ്ധമായിരിക്കുന്ന മുന്നേറ്റമാണ്. ശമരിയിൽ സുവിശേഷം പറഞ്ഞു. 1-ാം അധ്യായം 8-ാം വാക്യം എന്താണ്?
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും അത് ശരി 1-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ ദൈവം ഉദ്ദേശിച്ചതായിരിക്കുന്ന കാര്യമാണ് ശമരിയിലേക്ക് സുവിശേഷം കൊണ്ടു ചെല്ലണം, അവിടെയുള്ള ആൾ രക്ഷിക്കപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണ്. വർഷങ്ങളായിട്ട് അത് സംഭവിച്ചില്ല കേട്ടോ. എന്നാൽ പീഡനം സംഭവിച്ചപ്പോൾ അവർ ചിതറിപ്പോയവർ അവിടെ ഇവിടെ സുവിശേഷം പറഞ്ഞു. അതിൽ ഒരു വ്യക്തി ഫിലിപ്പോസ് എന്ന് പറയുന്ന ആള് ഇതിൻ്റെ മതിൽക്കെട്ടുകളൊക്കെ ഇടിച്ച് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ശമരിയയിലേക്ക് സുവിശേഷം പറയാനായിട്ട് കടന്നു ചെന്നു. അവിടെ സുവിശേഷം പറഞ്ഞപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെട്ടു എങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അപ്പം ഇത് 2 നിലകളിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉണ്ട്. അതിൽ 2-ാമത്തെ വ്യാഖ്യാനമാണ് ഞാൻ പറയാൻ പോകുന്ന വ്യാഖ്യാനം. 1-ാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് 2 തലങ്ങൾ അല്ലെങ്കിൽ 2 സ്റ്റേജുണ്ട്, 2 ഘട്ടങ്ങളുണ്ട്. 1-ാമത്തേത് പാപമോചനം, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മ സ്വീകരണമെന്ന് പറയുന്ന വേറെ ഒരു ഘട്ടം. അങ്ങനെ 2 ഘട്ടങ്ങളുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് അവർ പറയുന്ന ഒരു സംഭവമാണ് ഏത്? ശമരിയിലുള്ള ആൾക്കാർ അവർ രക്ഷിക്കപ്പെട്ടു, പക്ഷേ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. പിന്നെന്ത് ചെയ്തു? അപ്പസ്തലന്മാർ വന്ന് കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പക്ഷെ അങ്ങനെ പെന്തിക്കോസുകാരൊക്കെ അങ്ങനെ പറയുന്നവരാ കേട്ടോ. എല്ലാ പെന്തിക്കോസുകാരും പറയുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും പൊതുവേ അസംബ്ലി ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC ഒക്കെ പറയുന്ന ആശയം ഇതാണ്. അവർ പറയും രക്ഷയ്ക്ക് 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യമേ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്വസിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടൂല. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യണം? 2-ാം ഘട്ടമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് അവർ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ആളുകളും ഇത് കൃത്യമായി പാലിക്കുന്നവരല്ല. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ളതായിരിക്കുന്ന രീതി ഏതാണ്? അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം. എന്ത് ചെയ്യണം? ആദ്യമേ സുവിശേഷം പറയണം, വിശ്വസിക്കണം, പിന്നെ സ്നാനപ്പെടുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? കൈവയ്ക്കണം. അവരുടെ മേൽ കൈവയ്ക്കണം. ആരാ കൈവയ്ക്കുന്നത്? കൈവയ്ക്കാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും വയ്ക്കണമല്ലേ? അത് പറ്റില്ലല്ലോ. അപ്പോസ്തലന്മാർ വയ്ക്കണ്ടേ? പത്രോസും യോഹന്നാനും അല്ലയോ കൈവച്ചത്? അവർ വരണ്ടേ? പത്രോസും യോഹന്നാനും വരണ്ടെന്ന് വിചാരിക്കാം. സീനിയർ പാസ്റ്ററും അസിസ്റ്റൻറ്റ് പാസ്റ്ററും ആയിക്കോട്ടെ, അവരെ കൈവയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കാം. എന്നാലും ഇത് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള വഴിയാണ് എന്നവർ പറയുകയില്ല. ഒരു വഴി എന്നേ പറയത്തുള്ളൂ. ചില ആളുകൾ കൈവച്ചാൽ, ചില പ്രവാചകന്മാരൊക്കെ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന അങ്ങനെയാണോ? അല്ലല്ലേ, കാത്തിരുന്നാലും കിട്ടും. അത് ശരി. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിലെ രീതി അല്ല നിങ്ങളുടെ രീതി. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുമെന്നേ നിങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ പെന്തിക്കോസുകാർ മാത്രമല്ല ഇത് പറയുന്നത് കേട്ടോ, കത്തോലിക്കരും ഇത് തന്നെയാണ് പറയുന്നത്. കത്തോലിക്കരും പെന്തിക്കോസുകാരും ഈ ആശയത്തിൽ ഒരേ ആശയം പറയുന്നവരാണ്. ഫലം 2-2 കാര്യം ശരിയാകും കേട്ടോ. അപ്പം ആദ്യമേ സ്നാനം, മാമോദീസ കൊടുക്കുക. അതിനുശേഷം പിന്നീട് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനായിട്ട് മാമോദീസ കഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. അച്ഛന് പ്രത്യേകമായ അധികാരം പ്രാപിച്ച ആൾ തലയെ കൈവച്ച് തൈലം പൂശുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. 2 സംഭവമാണ് എന്ന് പറയാനായിട്ട് ഈ സംഭവത്തെയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ലൂക്കോസ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അദ്ദേഹം പറയുന്നത്, അനന്തരം യെരൂശലേമിലുള്ള അപ്പസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു. ദൈവവചനം കൈക്കൊണ്ടു എന്ന് പറയുന്ന പ്രസ്താവന ഒരു ടെക്നിക്കൽ ടേമാണ്. ദൈവവചനം കൈക്കൊണ്ടു. 2-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാർ വചനം സ്വീകരിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ്റെ വാക്ക് കൈക്കൊണ്ടു. പിന്നെ 10-ാമത്തെ അധ്യായത്തിൽ ജാതികൾ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇതൊരു ടെക്നിക്കൽ ടേമാണ്. ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. അപ്പോൾ യഹൂദന്മാർ കൈക്കൊണ്ടു, പിന്നീട് ശമര്യർ കൈക്കൊണ്ടു, പിന്നീട്
ജാതികൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. അപ്പം അത് പ്രത്യേക സംഭവമാണ്. ഓരോ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ഓരോ വൈതരണികൾ, ഓരോ പ്രതിബന്ധങ്ങൾ, അതിനെ മറികടക്കുന്ന പ്രത്യേക ചരിത്ര സംഭവമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യഹൂദന്മാർ കൈക്കൊണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടി. ഇവർ വചനം കൈക്കൊണ്ടപ്പോൾ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായി ഇവരെ സ്വീകരിക്കുന്നു എന്ന ആ ഒരു നിലയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളൊരു ക്രമീകരണമാണ് അപ്പസ്തലന്മാരെ വിളിച്ച് അപ്പസ്തലന്മാർ അവർ മേൽ കൈവച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുക എന്ന് പറയുന്ന കാര്യം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഭാഗം ഒന്ന് വായിക്കാം, അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അവർ ചെന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്നെങ്ങനെ അറിഞ്ഞേ? അറിയില്ല, ലൂക്കോസ് അത് പറയുന്നില്ല. ഇവർക്ക് വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല, അതെങ്ങനെ അറിഞ്ഞേ? ഐ ഡോണ്ട് നോ. ലൂക്കോസ് ഏതായാലും പറയുന്നില്ല. ഏതായാലും അവർക്ക് അറിഞ്ഞു പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. അന്നുവരെ അവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയറാണ്. അത് ലൂക്കോസിനെ സംബന്ധിച്ച് വിസ്മയകരമായൊരു പ്രസ്താവനയാണ്, അത് അത്ഭുതകരമായൊരു പ്രസ്താവനയാണ്. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്ന് പറയുന്നത് അസാധാരണമായൊരു സംഭവമായിട്ടാണ് ലൂക്കോസ് പറയുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാടി അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ച് കിട്ടേണ്ടതിന് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. സുവിശേഷം സ്വീകരിക്കുന്നു, സുവിശേഷം സ്വീകരിക്കുന്നതിൻ്റെ പരസ്യ സാക്ഷ്യമായി സ്നാനപ്പെടുന്നു, ആ സുവിശേഷം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ഇത് 3ഉം ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന വിശദീകരണമാണ്, അല്ലാതെ 2 സംഭവങ്ങളല്ല. സുവിശേഷം വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു, ആ സുവിശേഷം വിശ്വസിച്ചതിൻ്റെ പരസ്യ ഇതായിട്ട് നമ്മൾ സ്നാനപ്പെടുന്നു. ഇത് 3ഉം ഒരു സംഭവമായിട്ടാണ് ദൈവത്തിന് വന്നതിൽ പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അതൊരു ആശ്ചര്യമായിട്ടാണ്, അത് ഒരു അസാധാരണ സംഭവമായിട്ടാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് കിട്ടി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് കിട്ടിയതിന് എന്തോ തെളിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ശിമോൻ അത് കണ്ടിട്ട് കൈവച്ച പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ഈ പരിപാടി കൊള്ളാവുന്നൊരു പരിപാടിയാണ് അത് ശിമോന് തോന്നാനുള്ള കാരണം അതാണ്. അവിടെ അപ്പസ്തലന്മാർ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അപ്പസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെ പോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ദൈവത്തിൻ്റെ സഭയുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി അവരെ തീർക്കുന്നു. യഹൂദനും ശമരനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആ വ്യത്യാസങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് പത്രോസും യോഹന്നാനും വരുന്നത് വരെ അവരെ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായി തീർക്കാതെ അവരെ സ്വീകരിക്കാനായിട്ട് യഹൂദന്മാരും യവന്മാരും തമ്മിലുള്ള ആ മതിൽക്കെട്ടിനെ ഇടിച്ച് ദൈവത്തിൻ്റെ സഭ ഒന്നാണ് എന്ന വലിയ സത്യം വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈ സംഭവം കർത്താവ് ക്രമീകരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകാതെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അപ്പസ്തലന്മാർ കൈവയ്ക്കുന്നത് വരെ വൈകിച്ചതിൻ്റെ കാരണം അതാണ്. ഇനിയും യഹൂദന്മാരെ ശമരുന്ന വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഒരു വ്യത്യാസമില്ല. എൻ്റെ പൊന്നെ, അതെന്തൊരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ സഭയിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് ഉണ്ട്. പിന്നെ ഇന്ത്യക്കാരൻ പറഞ്ഞു അവൻ കറുത്ത നിറമുള്ള ആളാണ്.
എൻ്റെ അമ്മ എനിക്ക് എന്തുമാത്രം പാല് തന്നെന്നറിയാമോ? എന്തിനാന്ന് ചോദിച്ചു? വെളുക്കാൻ. കാര്യം കറുത്തയാളിന് വിലക്കുറവാണ്. കല്യാണത്തിൻ്റെ മാർക്കറ്റിൽ പോലും വിലക്കുറവാകും കേട്ടോ, ഇല്ലയോ? പെൺപിള്ളേർ കറുത്തു പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. പെൺപിള്ളേരുടെ മുഖത്ത് നോക്കുമ്പം വെളുത്താന്ന് പറയുമ്പോൾ അവർക്കൊരു ഗെറ്റപ്പുണ്ട്, അല്ലയോ? വെളുത്ത പെൺപിള്ളേർ, ആൺപിള്ളേർ അത്രയും വെളുത്തില്ലേനും കുഴപ്പമില്ല, അല്ലയോ പ്രസന്ന സഹോദര? എന്നാലും വെളുക്കുന്നതാ നല്ലത്. അയ്യോ, വ്യത്യാസമാണ്. കറുത്തവരും വെളുത്തവരും, പണക്കാരും പാവപ്പെട്ടവരും, ദളിതരും അല്ലാത്തവരും, അധകൃത ക്രിസ്ത്യാനിന്ന്. എന്തോ ക്രിസ്ത്യാനിയാ അത്? ദൈവം പൊട്ടിച്ചു കളഞ്ഞ ചങ്ങലകളൊക്കെയും മടക്കിയെടുത്ത് മനുഷ്യരെ അവരുടെ ജാതികളുടെയും അവരുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ സാമ്പത്തിക നിലയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ആ കിരാത പരിപാടി ദൈവത്തിൻ്റെ സഭയിലുണ്ട് എന്നത് വളരെ ലജ്ജാകരമായിരിക്കുന്ന കാര്യമാണ്. അതിനെതിരെ ദൈവത്തിൻ്റെ മക്കൾ ഉണർന്ന് ദൈവത്തിൻ്റെ സഭയിലുള്ളതായിരിക്കുന്ന ഈ ഐക്യത, തുല്യത, അത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഇവിടെ പണക്കാരനും പാവപ്പെട്ടവനുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വെള്ളക്കാരനും കറുത്തവനുമില്ല. ഇവരെല്ലാവരും ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളാണ് എന്നുള്ള സത്യം നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മൾ പ്രായോഗികമാക്കുകയും ചെയ്യണം. ദൈവമക്കളുടെ മധ്യത്തിൽ വേർതിരിവില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു ശരീരത്തിൻ്റെ ഭാഗവും ഒരപ്പത്തിൻ്റെ അംശങ്ങളും ഒരു പാനപാത്രത്തിൻ്റെ അംശങ്ങളുമാണ്. അവർ തമ്മിലുള്ള വേർതിരിവുകളൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമായ കാര്യമല്ല. പറഞ്ഞപ്പോൾ എളുപ്പമായി കേട്ടോ. പക്ഷേ വെളുത്ത കൊച്ചിനെ കാണുമ്പോൾ എനിക്കിപ്പോഴും ഒരു സ്നേഹം കൂടുതലാണ്. കറുത്തവരോട് അത്രയും സ്നേഹമില്ല. ഞാൻ വെളുത്തതായതുകൊണ്ടായിരിക്കും, അല്ലേ? എൻ്റെ നിറം കണ്ടാൽ എന്തോ നിറമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞ പോലെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് നല്ല കളറായിരുന്നു കേട്ടോ, നല്ല കളറായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ജനിച്ച ഒരു കൊച്ച്, ഒരു കറുത്ത കൊച്ചായിരുന്നു. ആ കൊച്ചിനെ എൻ്റെ അമ്മയുടെ അടുത്തിട്ട് എന്നെ എടുത്ത് മാറ്റി ഒരു അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വെള്ളക്കൊച്ചാണ് ഞാൻ. പക്ഷെങ്കിൽ എന്നൊരു തമാശക്കാരൻ പറഞ്ഞതുപോലെ എൻ്റെ പൊന്നെ, വെളുത്ത കൊച്ചും കറുത്ത കൊച്ചും എന്തൊരു ഭയങ്കര പരിപാടിയാണ്. ക്രൂസിൻ്റെ ചുവട്ടിൽ ഇറ്റ് ഈസ് എ പ്ലെയിൻ ഗ്രൗണ്ട്. അത് വിശാലമായ സമതലമാണ്. അവിടെ വ്യതിയാനങ്ങൾക്കും വ്യത്യാസങ്ങൾക്കും സ്ഥാനമില്ല. അവിടെ നാം ഒരുമിച്ച് ചേർന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവമക്കളായി നാം ഒരുമിച്ച് നിൽക്കുന്നു. അതാണ് ദൈവജനത്തിൻ്റെ ഭംഗി, അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. സുവിശേഷം പറയണ്ടേ എൻ്റെ പല സഹോദരങ്ങളെ? സുവിശേഷമാണ് സ്വാതന്ത്ര്യം വരുത്തുന്നത്, സുവിശേഷമാണ് സമത്വം ഉളവാക്കുന്നത്, സുവിശേഷമാണ് നമ്മുടെ വിമോചനത്തിൻ്റെ അടിസ്ഥാനം. ഈ വിലയേറിയ സന്ദേശം നമുക്ക് പറയാം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. രക്ഷയുടെ സന്തോഷവും അതിൻ്റെ ശക്തിയും നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ, സകല ശക്തികളെയും മറികടക്കുവാൻ, മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ സുവിശേഷം പര്യാപ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറയണം. സകല ഉച്ചനീചത്വങ്ങളെയും ഇല്ലായ്മ ചെയ്ത് സകലരെയും ഒരുമിച്ച് ചേർത്ത് സ്നേഹത്തിൻ്റെ സുന്ദരമായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ബന്ധം സ്ഥാപിക്കുന്നതും നിലനിർത്തുന്നതും സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം, സുവിശേഷം പറയണം. സുവിശേഷമാണ് നമ്മുടെ സന്ദേശം. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ.